കൂട്ടുകാരെ ആൻഡ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ തൃശ്ശൂരിലുള്ള ശോഭ സിറ്റികൾ ആണ് ഈ വീഡിയോയിലുള്ളത്. തൃശ്ശൂർ ഗുരുവായൂർ പാതയിൽ പുഴയ്ക്കയിലാണ് ഈ ശോഭ സിറ്റി മോൾ സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് ശോഭ സിറ്റി പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നല്ല ലാൻഡ്സ്കേപ്പിംഗ് ആയ കാരണം ഗ്രീനറി ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ്. നല്ല രണ്ട് സൈഡും മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് തന്നെ മിനി ദുബായ് കൂടിയാണ് ശോഭ സിറ്റി അറിയപ്പെടുന്നത്. ഏകദേശം 5 ഏക്കറിലാണ് ഈ ശോഭ സിറ്റി മോൾ നമുക്ക് ഉള്ളത്. 3 നില ഷോപ്പിംഗ് മോളാണ് നമ്മുടെ ശോഭ സിറ്റി. കാർ പാർക്കിംഗ് ഉണ്ട്, 6 സ്ക്രീൻ മൾട്ടിപ്ലെക്സ്, പിന്നെ ഫുഡ് കോർട്ട്, റെസ്റ്റോറൻറ്റ്, ഗെയിമിംഗ്, പിന്നെ നമ്മുടെ ഈ ഇത്രയും എൻ്റർടൈൻമെൻ്റ് ആണ് നമുക്ക് ശോഭ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത്. പിന്നെ നമ്മൾക്ക് ഏത് ഏജ് ഗ്രൂപ്പിനും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമുക്ക് പറയാം. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ തടാകമാണ്. നമുക്ക് അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പോകേണ്ട സ്ഥലമാണ്. നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അവിടെ സൈഡിൽ തന്നെ നമുക്ക് കാണാം ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് കാണാം. അപ്പോൾ ഞങ്ങൾ മെയിൻലി ഇന്ന് ഷോപ്പിങ്ങിന് വന്നതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ആകുമ്പോൾ ക്രൗഡ് കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ മാക്സിലേക്കാണ് വന്നത്. മാക്സിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നല്ല നമുക്ക് കളക്ഷനുണ്ട്, വെറൈറ്റി കളക്ഷനാണ്. അപ്പോൾ എനിക്കുള്ള ഡ്രസ്സൊന്ന് നോക്കി നല്ല കളക്ഷനുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടും കുറേ വെറൈറ്റി കളക്ഷനുള്ള കാരണം. പിന്നെ കുട്ടികൾക്കും നല്ല സെലക്ഷനുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് ഒരെണ്ണം ഇഷ്ടമായത് ഒരെണ്ണം എടുത്ത് അവൾ സെലക്ട് ചെയ്ത് കാണിച്ചു തന്നു. ഇത് മതിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉണ്ണിക്കുള്ള ഡ്രസ്സ് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. അവർക്കൊരു സന്തോഷം തന്നെയാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒക്കെ. പിന്നെ അവൾക്കൊരെണ്ണം ഷൂ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഷൂ ഒന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം ഇഷ്ടമായി. അപ്പോൾ അത് ഒരെണ്ണം എടുത്തു. അപ്പോൾ കുട്ടികളവിടെ വേറെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ കളിക്കാൻ ഓടും. അപ്പോൾ അവളും കളിക്കാൻ ഓടുന്നുണ്ടായിരുന്നു മോള്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരെണ്ണം ഡ്രസ്സ് വേറെ ഒരെണ്ണം നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു, ഒരെണ്ണം വാങ്ങിയതല്ലേ. അപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ ഇട്ട് പോകുന്നു അങ്ങനെ. അപ്പോൾ ഇവിടെ ടോയ് ട്രെയിൻ കണ്ടു. ഇപ്പോൾ മോൾക്ക് അവിടെ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ വേറെ കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വരാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അവിടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് കണ്ടു. അതിന് തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു ഹാംലീസ് ഉണ്ടായിരുന്നു. നമ്മുടെ ടോയ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മുടെ കുട്ടികൾക്ക് ടോയ്സ് ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റില്ല, അത് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ടോയ്സ് കണ്ടപ്പോൾ അവളങ്ങോട്ട് ഓടി. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഫുഡ് കോർട്ടിലേക്ക് പോകുമായിരുന്നു. ഫുഡ് കോർട്ടാണ് ലാസ്റ്റ് നമ്മുടെ ഇഷ്ടപ്പെടുന്ന സ്ഥലം. അപ്പോൾ ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വീട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓഫ് കിട്ടുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഫൺ ഡേ ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.